കൊല്ലം കൊട്ടിയത്ത് ആംബുലൻസ് ഡ്രൈവർക്ക് മർദ്ദനമേറ്റു. ബൈക്കിലെത്തിയ മൂന്നംഗ സംഘം പത്തനാപുരം ഡ്രൈവർ ബിവിൻ ബാലനെ മർദ്ദിക്കുകയും ആംബുലൻസ് ആക്രമിക്കുകയും ചെയ്തു. ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. കണ്ണൻ, എന്താണ് ഈ പ്രകോപനത്തിനും ആക്രമണത്തിനും കാരണമായത്? അക്രമികളെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഇവരെ പിടികൂടിയോ പോലീസ്? ഇവരെ പിടികൂടാനുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. ഇന്നലെ രാത്രി വൈകിയാണ് സംഭവം ഉണ്ടാകുന്നത്. പത്തനാപുരത്ത് നിന്ന് കൊട്ടിയത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് രോഗിയുമായി വരികയായിരുന്നു ഈ ആംബുലൻസ്. ഈ ആംബുലൻസിന് മുന്നിൽ ബൈക്കിലായി യുവാക്കൾ ഉണ്ടായിരുന്നു. അവർ ബൈക്ക് ഈ ആംബുലൻസിനെ ഒഴിഞ്ഞു മാറാതെ ബൈക്ക് മുന്നിൽ ഓടിച്ചു പോവുകയായിരുന്നു. ആ സമയത്ത് സ്വാഭാവികമായും ആ വ്യക്തികളെ മാറ്റാൻ വേണ്ടി ആംബുലൻസ് സൈറൺ മുഴക്കുകയും ഫോൺ മുഴക്കുകയൊക്കെ ചെയ്യാറുണ്ട്. സാധാരണ തിരക്കുള്ള സമയങ്ങളിലൊക്കെ തന്നെ നമ്മളത് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാറുള്ളതുമാണ്. അതിന് സമാനമായ രീതിയിലാണ് ആംബുലൻസ് ഡ്രൈവർ ഫോൺ മുഴക്കിയത് ഈ യുവാക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൽ പ്രകോപിതരായി ഈ ആംബുലൻസ് തടയുകയും ആംബുലൻസിന്റെ ഡ്രൈവറുടെ ക്യാബിനടുത്തേക്ക് എത്തുകയും ഡ്രൈവറെ ആദ്യം അസഭ്യം പറയുകയും അദ്ദേഹത്തോട് കയർ സംസാരിക്കുകയുമായിരുന്നു. തൊട്ടു പിന്നാലെ ഒരു യുവാവ് ആ ആംബുലൻസിന്റെ മിറർ തല്ലി തകർത്തു. അതിനുശേഷം ഡോറ് തുറന്ന് ഈ ഡ്രൈവറെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. ഒട്ടേറെ ആൾക്കാരുണ്ടായിരുന്നു. ആ ആൾക്കാരൊക്കെ ഇടപെട്ടാണ് ഈ അക്രമികളെ പറഞ്ഞു വിട്ടത്. അതിനുശേഷം ആംബുലൻസുമായി ഈ ഡ്രൈവർ കുട്ടിയത്തേക്ക് പോവുകയും ചെയ്തു. ആ ആംബുലൻസിനുള്ളിൽ ഒരു രോഗി ഉണ്ടായിരുന്നു. രോഗിയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ആംബുലൻസ് ഡ്രൈവർമാർ ഏറ്റവും പ്രധാനമായി ചെയ്യുന്നത്. അതിനുവേണ്ടിയായിരിക്കാം പല സമയങ്ങളിലും ഹോൺ മുഴക്കിയൊക്കെ തന്നെ അവർ മുന്നോട്ട് പോകുന്നത്. ആ രോഗിയുണ്ട് എന്ന് പോലും പരിഗണിക്കാതെയാണ് ഈ മൂന്ന് യുവാക്കൾക്ക് ഇത്തരമുള്ള അതിക്രമം കാട്ടിയത്. അവർ മൂന്നുപേരുടെയും ദൃശ്യങ്ങൾ ആ മൊബൈൽ വീഡിയോയിൽ കൃത്യമായി തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ പിടികൂടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അവരെ കണ്ടെത്താൻ വേണ്ടി ഒരു അന്വേഷണത്തിലാണ് കൊട്ടിയം പോലീസ് ഉള്ളത്. എന്തായാലും കണ്ണൻ, ഇത് വല്ലാത്തൊരു ആക്രമണം തന്നെയാണ്. കാരണം ഒരു രോഗിയുമായിട്ട് ആംബുലൻസ് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും സൈറൺ മുഴക്കുമല്ലോ. അതിൽ ഇത്രമാത്രം പ്രകോപിതരാകേണ്ട ആവശ്യം എന്താണ് എന്നുള്ളതാണ്. എന്തായാലും ഈ ഡ്രൈവർ ബിബിൻ ബാലനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. ഈ മർദ്ദനത്തിൽ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള പരിക്കേൽക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ കണ്ണൻ? അദ്ദേഹത്തിന് അതിസാരമായിട്ടുള്ള പരിക്കേറ്റിട്ടില്ല. ഈ ഡോർ തുറന്ന് കയ്യേറ്റം ചെയ്യുകയും ശരീരത്തടിക്കുകയുമാണ് ചെയ്തത്. അങ്ങനെയുള്ള ചെറിയ പരിക്കുകൾ മാത്രമാണുള്ളത്. മറ്റുള്ള വലിയ ഗുരുതരമായിട്ടുള്ള പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ല. ആ ആംബുലൻസ് ഡ്രൈവർ തന്നെയാണ് പിന്നീട് ആ വാഹനം ഓടിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഏറ്റവും എടുത്ത് പറയേണ്ടത് അതിനകത്തൊരു രോഗി ഉണ്ടായിരുന്നു. ആ രോഗിയുടെ ഒരു ആരോഗ്യസ്ഥിതിയെങ്കിലും പരിഗണിക്കാമായിരുന്നു. യുവാക്കൾക്ക് ചെറുപ്പക്കാരാണ്. അവർ മുമ്പ് പോയ സമയത്ത് അവർ സഞ്ചരിച്ച ബൈക്ക് സൈഡ് കൊടുക്കാത്തതിന്റെ പേരിലുള്ള ഒരു തർക്കമാണ് ഈ പ്രശ്നങ്ങളിലേക്ക് കടന്നത്. ഈ തർക്കം എന്തായാലും തന്നെയും ആ രോഗിയുടെ ഒരു ആരോഗ്യസ്ഥിതിയെങ്കിലും പരിഗണിച്ച് രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോയ ആംബുലൻസ് ആണ് എന്നുള്ള പരിഗണനയെങ്കിലും നൽകാമായിരുന്നു. അത് നൽകാതെയാണ് ആംബുലൻസ് ഡ്രൈവറെ ഇത്തരത്തിൽ ആക്രമിച്ചത്. ആ സംഭവത്തിലാണ് ഇപ്പോൾ കൊട്ടിയം പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ മൂന്നുപേരുടെയും മുഖങ്ങൾ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി തന്നെ പോലീസ് ഇവരെ പിടികൂടുമെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഓക്കെ കണ്ണൻ, എന്തായാലും വല്ലാത്തൊരു ആക്രമണമാണ്. കാരണം ആ ആംബുലൻസിൽ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിൽ കൂടിയാണ്. അതിലൊരു രോഗി ഉണ്ട് എന്നുള്ളത് പോലും നോക്കാതെ നടക്കുന്ന ആക്രമണമാണ്. എന്തായാലും ആ പ്രതികളിലേക്ക് ഉടൻ തന്നെ പോലീസിന് എത്താൻ കഴിയുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം.